ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് കായിക വഖഫ് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള മലപ്പുറം ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട പ്രവേശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദത്തെടുക്കൽ കേന്ദ്രത്തിനു വേണ്ടി സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലം കണ്ടെത്തി ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് നമുക്ക് സ്വന്തമായ ഒരു സ്ഥലം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ആ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കും എന്നൊരു വാക്ക് ഈ അവസരത്തിൽ പറയുകയാണ്. കുട്ടികൾക്കുള്ള പരിചരണം ഉറപ്പുവരുത്താൻ സ്വന്തം സ്ഥലവും കെട്ടിടവും വേണം. രാജ്യത്തെ തന്നെ ഏറ്റവും ശിശുസൗഹൃദമായ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറി. ശിശുക്കളെ ഉപേക്ഷിക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ദത്തെടുക്കൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ്മ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് മുഖ്യാതിഥിയായിരുന്നു. ശിശുക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി, മലപ്പുറം DCPO ഷാജിദ ആറ്റിശ്ശേരി, സംസ്ഥാന ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് സുമേഷൻ, ജോയിന്റ് സെക്രട്ടറി മീര ദർശക്, ശിശുക്ഷേമ സമിതി സംസ്ഥാന ട്രഷറർ K ജയപാൽ, ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി P സതീശൻ, ട്രഷറർ VR യശ്പാൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K സുരേഷ്, K ജയപ്രകാശ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷിബു കിഴക്കേത്തറ, സാമൂഹ്യ പ്രവർത്തകൻ ഹൈദർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.